എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ മിത്രങ്ങൾക്കും രാജരാജ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം. പുതുവർഷം ആരംഭിക്കുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കർക്കിടകം ഇന്ന് 10. ഈ 10-ാം തീയതി മുതൽ ഈ കർക്കിടകം 31 വരെയുള്ള അവശേഷിക്കുന്ന ദിവസത്തെ ഫലങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മേടക്കൂറിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം, ഇടവക്കൂറിൽ ജനിച്ച കാർത്തികയുടെ 2, 3, 4 പാദത്തിൽ പാർക്കാർ, രോഹിണി, മകയിൽ 1-ാം പാദത്തിൽ ജനിച്ചവർ, ചിങ്ങക്കൂറിൽ ജനിച്ച പൂരം, ഉത്തരം 1-ാം പാദക്കാർ, കന്നിക്കൂറിൽ ജനിച്ച ഉത്തരത്തിൻ്റെ 2, 3, 4 പാദക്കാർ, അത്തം, ചിത്തിരയുടെ 1, 2 പാദത്തിൽ ജനിച്ചവർ, തുലാക്കൂറിൽ ജനിച്ച ചിത്തിരയുടെ 3, 4 പാദക്കാർ, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദത്തിൽ ജനിച്ചവർ, വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖം 4-ാം പാദം, പിന്നെ അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കും ധനുക്കൂറിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്തിരാടത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിച്ചവർ, മീനക്കൂറിൽ ജനിച്ച പൂരുരുട്ടാതിയുടെ 4-ാം പാദം, ഉത്തിരിട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഈ 10-ാം തീയതി മുതൽ അവശേഷിക്കുന്ന 31-ാം തീയതി കർക്കിടകം 31 വരെ എല്ലാ രീതിയിലുമുള്ള നേട്ടം, ആരോഗ്യസുഖം, കുടുംബസൗഖ്യം, സന്താന സൗഖ്യം, ഇഷ്ടഭക്ഷണ നേട്ടം, ധനസമൃദ്ധി, നല്ല പ്രകടനം, നല്ല വാചാതുര്യം, നല്ല യാത്രകൾ, ചുരുക്കം പറഞ്ഞാൽ എല്ലാ രീതിയിലും വിജയമാണ് ഫലം. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ഈ 10-ാം തീയതി മുതൽ 31-ാം തീയതി വരെ അല്പ ദോഷ സ്വഭാവങ്ങളും കാണുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് ശ്രദ്ധിച്ചാൽ, മകയിരത്തിൻ്റെ 3, 4 പാദത്തിൽ ജനിച്ചവർ, തിരുവാതിര, ഉണർന്നം, പൂയം, ആയില്യം, ഉത്തിരാടത്തിൻ്റെ 2, 3, 4 പാദത്തിൽ ജനിച്ചവർ, തിരുവോണം, അവിട്ടം, ചതയം, ഉത്തിരിട്ടാതിയുടെ 1, 2, 3 പാദത്തിൽ ജനിച്ചവർ, ഇവർക്ക് അത്യന്തം ഗ്രഹപ്പഴാണെന്നുകൂടെ പറഞ്ഞേ പറ്റും. ഇവരെ ഈ നക്ഷത്രക്കാർ വിശേഷിച്ച് ദോഷ ശാന്തിക്കായിട്ട് ക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, കൂടാതെ ഇഷ്ടമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് നാമജപം എന്നിവ നടത്തി ദോഷശാന്തിക്കായി പ്രാർത്ഥിക്കുക. എന്നാൽ നല്ല ഫലം സമയം പറഞ്ഞിട്ടുള്ളവർക്കും ഈ നക്ഷത്രക്കാർ ഭാഗ്യവൃദ്ധിക്കായി ഈശാരാധന തീർച്ചയായും ചെയ്യേണ്ടതാണ്. അല്ലാതെ ഏത് ദോഷങ്ങൾക്കാണെങ്കിലും ഈശാരാധന അല്ലാതെ മറ്റൊരു യാതൊരുവിധ മാർഗവും ഇല്ല എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. സദയം നമസ്കാരം. ഇനിയും ഇതുപോലെയുള്ള അറിവുകൾക്കായി നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ അറിയിക്കുക, അല്ലെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.